നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന നീക്കത്തിൽ അദാനിയുടേത് കരാർ ലംഘനം. ഓഹരി വിൽക്കാൻ സെബിക്ക് നൽകിയ കത്ത് കരാറിന് വിരുദ്ധം. MSCയുമായി ജൂൺ 29-ന് കരാറുണ്ടാക്കിയത് സർക്കാരിനെ അറിയിച്ചത് ജൂലൈ 1-ന്. വിഴിഞ്ഞം വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച് KPCC അധ്യക്ഷൻ. പ്രതിസന്ധി ഒഴിയാതെ താരസംഘടന രാജിവെച്ചിട്ടില്ലെന്ന് ശ്വേതാ മേനോൻ. നിരപരാധിത്വം തെളിയിക്കാതെ പടിയിറങ്ങില്ല. അഡ്ഹോക് കമ്മിറ്റിയുടെ നിയമനത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ നീക്കം. മമ്മൂട്ടി മികച്ച നടനാകുമോ? 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം അല്പസമയത്തിനകം. മലയാളത്തിൽ നിന്ന് ജൂറിക്ക് മുന്നിൽ എത്തിയത് ഭ്രമയുഗവും കിഷ്കിന്ധാകാന്ഡവും മഞ്ഞുമ്മൽ ബോയ്സും അടക്കമുള്ള ചിത്രങ്ങൾ. അവാർഡ് നിർണയിച്ചത് ജയരാജ് അധ്യക്ഷനായ ജൂറി. ഒഴിവുകൾ അടിയന്തരമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ സർക്കാർ നിർദ്ദേശം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒഴിവുകൾ അറിയിക്കണം. 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർദ്ദേശം. രാജ്യത്ത് ഇന്ധനവില ഉടൻ കുറയില്ല. പെട്രോളിയം കമ്പനികളുടെ നഷ്ടം നികത്താൻ സർക്കാർ. 2 മാസമെങ്കിലും വില കുറഞ്ഞു നിന്നാൽ ആലോചിക്കാമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി. എണ്ണ കമ്പനികൾക്കുണ്ടായത് 74,781 കോടി രൂപയുടെ ഭീമമായ നഷ്ടമെന്നും വിശദീകരണം. കക്കൂസ് മാലിന്യം കലർന്ന മലിനജലം ഉപയോഗിച്ചുള്ള ആലപ്പുഴ ബീച്ചിലെ വിവാദ കാർണിവലിൽ നഗരസഭയുടെ അന്വേഷണം. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ തേടിയുള്ള വൈസ് ചെയർമാന്റെ കത്ത് ന്യൂസ് 18-ന്. അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് വൈസ് ചെയർമാൻ. നികുതി വെട്ടിപ്പിലും അന്വേഷണം വേണമെന്ന ആവശ്യം. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ മൊജ്തബ എത്തില്ല. വൻ സുരക്ഷാ ഭീഷണിയെന്ന് ഇറാൻ. ചടങ്ങുകൾ നാളെ ആരംഭിക്കും. ടെഹ്റാനിൽ വൻ സുരക്ഷ. ആയിരക്കണക്കിന് ജനങ്ങൾ തലസ്ഥാനത്തേക്ക് ഒഴുകി തുടങ്ങി. ശവമഞ്ചത്തിന്റെ ചിത്രങ്ങളും പുറത്തുവന്നു. ചൂടിൽ വെന്തുരുകി യൂറോപ്പ്. മരണം 2000 കടന്നു. പല സ്ഥലങ്ങളിലും കാട്ടുതീ ഭീതി. താപനില ഇനിയും ഉയരുമെന്ന് മുന്നറിയിപ്പ്. മഹാരാഷ്ട്രയിൽ വൻ രാഷ്ട്രീയ നീക്കം. ശരത് പവാറിനെ ഒപ്പം കൂട്ടാൻ BJP. 8-ൽ 5 MPമാരും NDAയ്ക്കൊപ്പം പോകണമെന്ന നിലപാടിൽ. കോൺഗ്രസുമായും പവാറിന്റെ ചർച്ച. ഇറാൻ നേതാക്കളെ വധിക്കാനുള്ള ഇസ്രായേൽ നീക്കം അമേരിക്ക തന്നെ ഒറ്റിയെന്ന് റിപ്പോർട്ട്. ഇസ്രായേൽ ശ്രമിച്ചത് വിദേശകാര്യമന്ത്രിയെയും സ്പീക്കറെയും വധിക്കാൻ. നേതാക്കൾ രക്ഷപ്പെട്ടത് അമേരിക്ക ഇറാന് നൽകിയ രഹസ്യ വിവരത്തെ തുടർന്ന്. ന്യൂയോർക്ക് ടൈംസ്. ലോകകപ്പിൽ മുന്നേറ്റം നടത്തി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ. ക്രൊയേഷ്യയെ തകർത്ത് പ്രീ ക്വാർട്ടറിൽ. ലോകകപ്പിൽ നിന്ന് ബൂട്ടഴിച്ച് ലൂക്ക മോഡ്രിച്ച്. ആരാധകരുടെ ആരവത്തിനിടയിലൂടെ അർജന്റീന ഇറങ്ങുന്നു. എതിരാളികൾ വിസ്മയ കുതിപ്പ് നടത്തുന്ന കേപ്പ് വെർഡെ. വാർത്തകൾ വിശദാംശങ്ങളിലേക്ക്. വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന നീക്കത്തിൽ അദാനിയുടേത് കരാർ ലംഘനം. ഓഹരി വിൽക്കാൻ സെബിക്ക് നൽകിയ കത്ത് കരാറിന് വിരുദ്ധം. MSCയുമായി ജൂൺ 29-ന് കരാറുണ്ടാക്കി. സർക്കാരിനെ അറിയിച്ചത് ജൂലൈ 1-ന് മാത്രം. കേരള സർക്കാർ അനുവദിച്ചാൽ മാത്രമേ കരാർ പ്രകാരം ഓഹരി വിൽപ്പന സാധ്യമാകൂ. ഓഹരി കൈമാറ്റത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ സർക്കാർ നിയമ നടപടി സ്വീകരിച്ചേക്കും. വിഴിഞ്ഞത്ത് MSCക്ക് വൻ സ്വകാര്യ നിക്ഷേപത്തിന് സർക്കാരിൻ്റെ അനുമതിയില്ലാതെ അവസരമൊരുക്കി പ്രാഥമിക നടപടികളിലേക്ക് കടന്നത് 2015 ഓഗസ്റ്റ് 17-ന് അദാനി പോർട്ടും കേരള സർക്കാരും തമ്മിൽ ഉറപ്പുവെച്ച കരാറിൻ്റെ നഗ്നമായ ലംഘനമാണ് എന്ന വിലയിരുത്തലിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. കരാറിൽ കൃത്യമായി പറയുന്നത് 25% മുകളിൽ ഓഹരികൾ വിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കണം, സർക്കാരിൻ്റെ അനുമതി വാങ്ങണമെന്നാണ്. ആ കാര്യങ്ങൾ വ്യവസ്ഥകളിൽ അങ്ങനെ നിലനിൽക്കെ ആ വ്യവസ്ഥകളുടെ നഗ്നമായ ലംഘനം ഉണ്ടായിരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ, നിലവിലെ നീക്കങ്ങളിലൂടെ എന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് 13,000 കോടി രൂപയുടെ
രൂപയുടെ നിക്ഷേപം നടത്താനുള്ള MSCയുടെ പദ്ധതിയിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ എന്തുകൊണ്ട് സർക്കാരിനെ മുൻകൂട്ടി അറിയിച്ചില്ല, സെബിയെ അറിയിക്കുന്നതിന് മുമ്പ് എന്ന് വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. അദാനി പോർട്ടിന് ഇതുമായി ബന്ധപ്പെട്ട് അതൃപ്തി വ്യക്തമാക്കുന്ന കത്ത് മുഖ്യമന്ത്രി ഓഫീസ് കഴിഞ്ഞ ദിവസം കൈമാറിയിട്ടുണ്ട്. ജൂൺ 29-ാം തീയതി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയ ശേഷം ജൂലൈ 1-ാം തീയതി, അതായത് 2 ദിവസം മുമ്പ് മാത്രമാണ് സർക്കാരിന് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ വിവരങ്ങൾ അദാനി പോർട്ട് കൈമാറിയത്. അത് തെറ്റായ നടപടിയാണ്, അത് അംഗീകരിക്കാനാവില്ല, അത് രാഷ്ട്രീയമായ സുതാര്യതയില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് രാജ്യസുരക്ഷയെ പ്രതികൂലമായി ബാധിക്കാത്തതാണ് കരാറെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ അതിന് അനുമതി നൽകാൻ കഴിയൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതുമായി ബന്ധപ്പെട്ട പ്രാദേശികമായി ഉയർന്നു വരാനിടയുള്ള എതിർപ്പുകൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതായത് തീരശോഷണം ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഇതടക്കമുണ്ടാക്കാനിടയുള്ള ആശങ്കകൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് മാത്രമേ ഈ പദ്ധതിക്ക് അനുമതി നൽകാൻ കഴിയൂവെന്നാണ് സർക്കാർ നിലപാട്. അതിനിടെയാണ് രാഷ്ട്രീയമായും പ്രതിപക്ഷവും ഭരണപക്ഷത്തിലെ തന്നെ ഒരു വിഭാഗവും വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദാനി പോർട്ടിന് കത്ത് നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന് ഏത് തരത്തിലുള്ള വിശദീകരണമാകും അദാനി പോർട്ടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നതാകും ഈ കരാറുമായുള്ള തുടർ നീക്കങ്ങളിൽ നിർണായകമായി മാറുക. വിഴിഞ്ഞം വിഷയത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ സഭയിൽ വ്യക്തമാക്കിയതാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സർക്കാരിന്റെ അനുമതിയില്ലാതെ ഓഹരി കച്ചവടം പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കരാറിൽ പോരായ്മയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് CM ഉറപ്പു നൽകിയതാണെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് നിയമസഭയിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് നയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ പ്രതിപക്ഷത്തിനും ബോധ്യപ്പെട്ട കാര്യമാണ്. പിന്നെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറയുന്നത്. ഇല്ല, മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സർക്കാരിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അങ്ങനെ ഒരു ഏർപ്പാട് പാടില്ല എന്ന് കൃത്യമായിട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ സഭയിലാണല്ലോ ഉറപ്പ് നൽകിയത്. അതാണ് അവസാനത്തെ വാക്ക്. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം അഭിപ്രായം പറയാമെന്ന് വ്യവസായ മന്ത്രി. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമായ മറുപടി പറഞ്ഞു. അദാനി ഗ്രൂപ്പ് സർക്കാരിനെ ബന്ധപ്പെട്ട ശേഷമുള്ള കാര്യങ്ങൾ ഗുണമോ ദോഷമോ എന്ന് പരിശോധിക്കും. പഴയ മുഖ്യമന്ത്രിക്ക് തങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നിയമസഭയിൽ മുഖ്യമന്ത്രി ക്ലിയറായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇൻഫർമേഷൻ ഞങ്ങൾക്കിപ്പോൾ വന്നേ ഉള്ളൂ. ഞങ്ങളോട് ഔദ്യോഗികമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ക്ലിയറായി. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബന്ധപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ ഗുണമാണോ ദോഷമാണോ, അതല്ല അത് രാജ്യരക്ഷയ്ക്ക് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ, അതല്ല ഇത് ഈ കരാറിൽ ഉണ്ട് എന്നവർ പറയുന്നുണ്ട്. അതുണ്ടോ ഇല്ലേ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് മറുപടി പറയാം എന്ന് ഫ്ലോറിൽ ക്ലിയറായിട്ട് ഈ വിഷയം വന്നപ്പോൾ തന്നെ പുതിയ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിൽ തീരുമാനം പുതുക്കിയ മദ്യനയത്തിനു ശേഷം മാത്രമെന്ന് എക്സൈസ് മന്ത്രി M. ലിജു. മദ്യം വിൽക്കണമെങ്കിൽ എക്സൈസിന്റെ അനുമതികൾ ആവശ്യമാണ്. മദ്യം വാങ്ങാൻ 23 വയസ്സെന്ന പ്രായപരിധി പാലിക്കപ്പെടണമെന്നും അതിനുള്ള നിർദ്ദേശങ്ങൾ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. ഈ പോളിസി, ഈ ബില്ല് നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. നോട്ടിഫിക്കേഷൻ എന്ന് വരണം, എന്ത് ചെയ്യണം, അത് അബ്കാരി പോളിസി വരണം. അബ്കാരി പോളിസിക്ക് ആവശ്യമായ പ്രോസസ്സ് ആരംഭിച്ചു. അബ്കാരി പോളിസി നിലവിൽ വന്നു കഴിയുമ്പോൾ നോട്ടിഫിക്കേഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തീരുമാനമുണ്ടാവും. വിൽക്കണോ വേണ്ടയോ എന്ന് അപ്പം തീരുമാനിക്കും. വിൽക്കണമെന്നാണെങ്കിൽ സ്ലാബ് ഉണ്ട്, വിൽക്കുന്നില്ലെങ്കിൽ ഇതില്ല, പ്രശ്നം കഴിഞ്ഞില്ലേ. വീര്യം കുറഞ്ഞതും കൂടിയതുമായ മദ്യം വിൽക്കരുത് എന്ന് തന്നെയാണ് ലീഗ് നിലപാടെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. UDF-ൽ ചർച്ച ചെയ്ത് മദ്യനയത്തെ തീരുമാനമെടുക്കാനാവും. PM ശ്രീയിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നും ശേഷാദ്രിനാഥന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് നോക്കട്ടെ എന്നും ഇപ്പോൾ തന്നെ മുൻവിധിയോടെ കാണേണ്ടതില്ലെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. സർക്കാരിൻ്റെ അഭിപ്രായം സർക്കാർ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് തന്നെ നിയമസഭയിൽ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം. പിന്നെ UDF പിന്നെ ആ കാര്യത്തിൽ UDF-നെയാണ് ഇപ്പോൾ ഏൽപ്പിച്ചത്. ഇന്നലെ അങ്ങനെ തീരുമാനമുണ്ട്. CM തന്നെ പറയുകയുണ്ടായി. UDF ചർച്ച ചെയ്തിട്ടാണ് UDF ആയിരിക്കും അതിലൊരു തീരുമാനം എടുക്കുക.
പാർട്ടിയുടെ തീരുമാനം UDF-നെ അറിയിക്കും. അതനുസരിച്ചുള്ള തീരുമാനമായിരിക്കും അവിടെ ഉണ്ടാവുക. അതിൽ ഒരു വിഷമത്തിൻ്റെ ആവശ്യമില്ല. PMC-യുടെ കാര്യത്തിൽ ഒരു ഉപസമിതിയെ ഗവൺമെൻറ് നിയോഗിച്ചിട്ടുണ്ട്. ആ ഉപസമിതി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവും. ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യമാണല്ലോ. വിദ്യാഭ്യാസ കാര്യത്തിൽ കേരളത്തിലൊരു നയമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം അനുസരിച്ച് തന്നെ ആയിരിക്കും ഇനിയും നമ്മുടെ കുട്ടികൾ പഠിക്കുക. അതിനപ്പുറത്ത് മറ്റൊരു തീരുമാനം ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടാണല്ലോ. ഒരാളിപ്പോൾ എന്താണ് ഏതാണ് എന്നിപ്പോൾ നമുക്കങ്ങനെ വിലയിരുത്താൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അത് നോക്കിയിട്ടാണ് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുക. ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലക്ക് സർക്കാർ അദ്ദേഹത്തെ നിയോഗിച്ചു. ഇനി വരെ വീഴ്ചയുണ്ടെങ്കിൽ സർക്കാർ അദ്ദേഹത്തെ മാറ്റാമല്ലോ, അത്രയല്ലേ ഉള്ളൂ. അതല്ലാതെ ഇപ്പം തന്നെ നമ്മളതിൽ ഒരു മുൻവിധിയോടെ കാര്യങ്ങൾ കാണേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാം. മുഖ്യമന്ത്രി VD സതീശന് വെല്ലുവിളിയായി ഭരണകാര്യങ്ങളിൽ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വിയോജിപ്പുകൾ. നിയമനങ്ങളിലും PM3യിലും മദ്യനികുതിയിലും തുടങ്ങി വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിലും ശക്തമായ എതിർപ്പാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയരുന്നത്. KC വേണുഗോപാലും അദ്ദേഹത്തിന്റെ പക്ഷവും പ്രതിപക്ഷത്തെക്കാൾ ജാഗ്രതയോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നത്. കോൺഗ്രസ് സർക്കാരുകൾ കേരളം ഭരിക്കുമ്പോൾ എക്കാലവും പ്രതിപക്ഷത്തെക്കാൾ ശക്തമായ ഒരു പ്രതിപക്ഷം പാർട്ടിക്കുള്ളിൽ രൂപപ്പെടാറുണ്ട്. VD സതീശനും അതിൽ വ്യത്യസ്തനാകില്ല എന്ന സൂചനകളാണ് ഈ ഭരണത്തിന്റെ ആദ്യ ആഴ്ചകളിൽ ഉണ്ടാകുന്നത്. ഓരോ വിഷയം ഉയർന്നു വരുമ്പോഴും പ്രതിപക്ഷത്തെക്കാൾ മുൻപിൽ അതിൽ പ്രതികരിക്കാനും ഇടപെടാനും KC വേണുഗോപാൽ പക്ഷം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ചിലപ്പോഴൊക്കെ അത് പരോക്ഷമാകാം, പലപ്പോഴും പ്രത്യക്ഷത്തിലുമാണ്. ഏതായാലും ഈ സർക്കാരിൻ്റെ തുടക്കകാലം മുതൽ നിയമന വിഷയങ്ങളിൽ തുടങ്ങി ഒടുവിൽ ശേഷാദ്രിനാഥിൻ്റെ നിയമനത്തിലും മദ്യനയത്തിലും വിഴിഞ്ഞത്തിലുമൊക്കെ ആ പ്രതിപക്ഷ നിര കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയർന്നു വരുന്നു. ഇന്നലെ KC വേണുഗോപാൽ തന്നെ അദാനിയെ കുറ്റപ്പെടുത്താനെന്ന രീതിയിൽ ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിനെതിരെ പരോക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. മദ്യനയത്തിലും വിമർശനം ശക്തമാണ്. പ്രതിപക്ഷം അഴിമതി ആരോപണം ഉന്നയിക്കുന്നുവെങ്കിൽ അങ്ങനെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നില്ല എന്ന് മാത്രമാണ്. എന്നാൽ ഓരോ നീക്കവും മുഖ്യമന്ത്രിയുടെ ഓരോ ഇടപെടലും വളരെ സൂക്ഷ്മമായി സസൂക്ഷ്മം ഭരണപക്ഷത്തെ പ്രതിപക്ഷം നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ന് KC വേണുഗോപാൽ പക്ഷത്തുള്ള മന്ത്രിയായ M. ലിജു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വളരെ നിർണായകമാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ഏകഛത്രാധിപതികളില്ല എന്നൊരു മുന്നറിയിപ്പ് ഇന്ന് ലിജു നൽകുമ്പോൾ അത് ആരെ ഉദ്ദേശിച്ചുള്ളതെന്ന കാര്യം ഇതിനകം തന്നെ രാഷ്ട്രീയ ചർച്ചയായി ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ ഏകഛത്രപതികൾ ഇതിനകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നതിൽ എന്താണ് തെറ്റ്? അഭിപ്രായങ്ങൾ വരും. അതാണ് കോൺഗ്രസിൻ്റെ സൗന്ദര്യം. അതാണ് ബഹുമാനായ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും ആ ഒരു സ്പിരിറ്റിലാണ്. അതുകൊണ്ടാണ് വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് പറഞ്ഞത്. മദ്യനയത്തിൽ പരസ്യമായി മന്ത്രിമാർ VD സതീശനെ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുമ്പോഴും പലർക്കും അതിൽ അതൃപ്തിയുണ്ട്. എക്സൈസ് മന്ത്രി അടക്കം വാക്കുകൾ അതാണ് സൂചിപ്പിച്ചത്. കോൺഗ്രസിൽ VM സുധീരനെ പോലുള്ള നേതാക്കളുണ്ട്. ലീഗിന് അതിൽ കടുത്ത അതൃപ്തിയുണ്ട്. ലീഗിൻ്റെ നയത്തിന് വിരുദ്ധമെന്ന് നേരത്തെ തന്നെ KM ഷാജി ഉൾപ്പെടെ നേതാക്കൾ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. വിഴിഞ്ഞത്തും സർക്കാരിനെ VD സതീശനെ വരിഞ്ഞു മുറുക്കുകയാണ് ഇപ്പോൾ KC പക്ഷം ചെയ്യുന്നത്. സതീശൻ്റെ പോക്ക് ശരിയല്ല. അങ്ങനെ പോയാൽ പരസ്യമായി തന്നെ ചോദ്യം ചെയ്യുന്ന മുന്നറിയിപ്പായി കൂടി ഇത് മാറുകയാണ്. ഭരണത്തിൻ്റെ ആദ്യ ആഴ്ചകളിൽ തന്നെ ഒരു മാസം തികയുമ്പോൾ തന്നെ പാർട്ടിക്കുള്ളിലെ പ്രതിപക്ഷം മുഖ്യമന്ത്രിക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. സർക്കാർ മേഖലയിലെ ഒഴിവുകൾ അടിയന്തരമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ സർക്കാർ നിർദ്ദേശം. മന്ത്രിസഭായോഗ തീരുമാനപ്രകാരമാണ് ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിലെ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിൽ ഹൈക്കോടതിക്കെതിരെ സർക്കാർ. ഹൈക്കോടതി സർക്കാരിന്റെ അധികാരപരിധിയിൽ കടന്നുകയറിയെന്നാണ് വിമർശനം. കോടതിയുടെ ഉത്തരവ് അനുസരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിലാണ് സർക്കാരിന്റെ പരാമർശം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കഴിഞ്ഞ ദിവസം സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. അതേസമയം പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഹൈക്കോടതിയുടെ നിർബന്ധത്തെ തുടർന്നാണ് എന്നാണ് അനുമതി ഉത്തരവിൽ സർക്കാർ സൂചിപ്പിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ അധികാര പരിധികളിൽ ഹൈക്കോടതി കടന്നു കയറുകയാണ്. ഹൈക്കോടതി നിർബന്ധപൂർവ്വം പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ നിർബന്ധിക്കുകയായിരുന്നു. അത് പ്രോസിക്യൂഷൻ അനുമതി നൽകാനുള്ള നിർദ്ദേശം സർക്കാരിന്റെ അധികാര പരിധിയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നാണ്
എന്നാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കോടതിയുടെ ഉത്തരവ് അനുസരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിലാണ് ഇത്തരത്തിലൊരു പരാമർശം. അതേസമയം പ്രതികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അപ്പീലിനുള്ള അവകാശമുണ്ട്. ആ അപ്പീലിനുള്ള അവകാശം കൂടി നിലനിർത്തിയാണ് എന്ന് അനുമതി ഉത്തരവിൽ സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഈ കോടതിയിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്നത്. INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരനും അതുപോലെ തന്നെ മുൻ കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയാണ് സർക്കാർ നൽകുന്നത്. 18 വർഷമായി നീണ്ടുനിന്നിരുന്ന കേസാണ്. കശുവണ്ടി വികസന കോർപ്പറേഷനിൽ നടന്നിരുന്ന അഴിമതി, അത് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട്, തോട്ടണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടും 1400 കോടി രൂപയിൽ 500 കോടി രൂപയുടെ അഴിമതിയാണ് കണ്ടെത്തിയിരുന്നത്. 2 പതിറ്റാണ്ട് നീണ്ടിട്ടുള്ള ഒരു കേസ്. അതിൽ കഴിഞ്ഞ 5 വർഷം 2020 CBI ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. പക്ഷേ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി സർക്കാർ നൽകിയിരുന്നില്ല. അതേസമയം കഴിഞ്ഞ 5 വർഷമായി ഈ അനുമതിയുമായി സർക്കാരിനോട് അനുമതി തേടുന്നുണ്ട്. പക്ഷേ 3 തവണയാണ് ഇടത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതി നിഷേധിച്ചത്. കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് ഈ വ്യവസായ വികസന കോർപ്പറേഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് കോടതിയിൽ മാപ്പ് പറയേണ്ടുന്ന സാഹചര്യമുണ്ട്. കോടതി അലക്ഷ്യത്തിന്, അതായത് സർക്കാരിന് അനുമതി നൽകാത്തതും സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തതുമായി ബന്ധപ്പെട്ട് കോടതി അലക്ഷ്യത്തിന് ഹൈക്കോടതി കേസെടുത്തിരുന്നു. അതിനാണ് മുഹമ്മദ് ഹനീഷ് കോടതിയിൽ ഹാജരായി നിരുപാധികം മാപ്പപേക്ഷ നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തായാലും ഇത് ബുധനാഴ്ചത്തേക്ക് വീണ്ടും കേസ് പരിഗണിക്കും. ഈ മാപ്പപേക്ഷയും അതുപോലെ തന്നെ സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതിയും ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. അതിനു മുൻപാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ നിർബന്ധപ്രകാരമാണ് ഹൈക്കോടതിയിൽ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു അനുമതി പത്രം സമർപ്പിച്ചത് എന്നുള്ള കാര്യമാണ് സർക്കാർ തന്നെ വ്യക്തമാക്കുന്നത്. പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും DIG വ്യക്തമാക്കി. പൊതുതാൽപര്യ ഹർജി തള്ളണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. ഇന്റലിജൻസ് വീഴ്ചയുണ്ടെന്ന ആരോപണം ശരിയല്ലെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. ആക്രമണക്കേസിൽ ഇതുവരെ 25 പ്രതികളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തു. 44 സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും മാധ്യമ ദൃശ്യങ്ങളും ശേഖരിച്ചുവെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. കെ സുധാകരൻ പങ്കെടുത്ത ഗുണ്ടായോഗത്തിൽ വിശദീകരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. സുധാകരൻ അങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കുമെന്ന് കരുതുന്നില്ല. ആരോ അദ്ദേഹത്തെ പോയി കണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു. തൂഫാനുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് ആണോ നടന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഇതിൽ ആഭ്യന്തരമന്ത്രി തന്നെ അക്കാര്യത്തിൽ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒരു മീറ്റിംഗ് ആണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും കെ സുധാകരൻ അങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കുന്ന കരുതുന്നില്ല. അദ്ദേഹത്തെ ആരോ പോയി കണ്ടതാണെന്നാണ് പോയി കണ്ടവർ തന്നെ പറഞ്ഞിട്ടുള്ളത്. ചില മീറ്റിങ്ങുകൾ എന്താണെന്ന് വെച്ചാൽ വിളിക്കുന്ന ആളുകളിലെ പങ്കാളികൾ ആരൊക്കെയാണ് അത് പൂർണ്ണമായിട്ട് അറിയാതെ ചിലപ്പോൾ ഞാനോ DCC പ്രസിഡന്റോ MPമാരോ MLAമാരൊക്കെ ചില മീറ്റിങ്ങുകളിൽ ചിലപ്പം പോയെന്നിരിക്കും. അതിലെ പങ്കാളികൾ ആരെന്നും അതിന്റെ ഉദ്ദേശശുദ്ധി എന്തെന്നും സംശയം ഉണ്ടാകുമ്പോഴാണ് ആ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാകുന്നത്. AI ടെക്നോളജി ഇന്നോവേഷനെ പ്രോത്സാഹിപ്പിക്കുക എന്ന സർക്കാർ നയമാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ടെക്നോളജി മാറുമ്പോൾ കൂടെ ഓടിയില്ലെങ്കിൽ പിന്തള്ളപ്പെടും. എല്ലാ മേഖലയിലും AI വന്നു തുടങ്ങി. ഇന്ത്യയിലെ ആദ്യത്തെ AI ഇനിഷ്യേറ്റീവ് വന്നത് കേരളത്തിൽ നിന്നാണെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. നമ്മുടെ ഫ്യൂച്ചർ ടെക്നോളജിയിൽ തന്നെയാണ്. ടെക്നോളജി മാറുമ്പോൾ ഒപ്പം ഓടിയില്ല എങ്കിൽ പിന്തള്ളപ്പെടും. ലോക ചരിത്രം തന്നെ അതാണല്ലോ. നല്ല ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയും അത് എല്ലാ മേഖലയിലും, ഇപ്പോൾ ഉദാഹരണമായിട്ട് കാർഷിക മേഖലയായാലും അല്ലെങ്കിൽ ഡിഫൻസായി അല്ലെങ്കിൽ മറ്റെന്ത് മേഖലയിലാണെങ്കിലും അത് പ്രയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ശക്തി. അപ്പോൾ അതില്ലാത്ത സ്റ്റേറ്റുകളായാലും രാജ്യങ്ങളായാലും ഒക്കെ പിന്തള്ളപ്പെടും. അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കാൻ സർക്കാരിൻ്റെ നയം ആ രീതിയിൽ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട എല്ലാവരും, ഇതിനൊന്നും ഒരു മന്ത്രിയല്ല, എല്ലാ മന്ത്രിമാരുമാണ്. ടെക്നോളജി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് എന്നുണ്ടെങ്കിൽ ഉപയോഗം മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റുകളും ആണ്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ജോയിൻ്റ് ആയിട്ടുള്ള എഫർട്ടാണ് ടെക്നോളജി ഇമ്പ്രൂവ്മെൻറ്റ്, ഫ്യൂച്ചർ ടെക്നോളജി ഇമ്പ്രൂവ്മെൻറ്റ്, ന്യൂ ഇന്നോവേഷൻസ്. അപ്പോൾ ആ രംഗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കാനുള്ള ശ്രമമാണ് ആദ്യമായി AI
നയമൊക്കെ പ്രഖ്യാപിച്ച് ഇപ്പോൾ കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയിലെ ആദ്യത്തെ AI ഇനീഷ്യേറ്റീവ് വന്നത് ഇവിടുന്നാണ്, കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ മിനിസ്റ്ററൊക്കെ പറയുന്നത്. താരസംഘടനയായ അമ്മയിലെ അഡ്ഹോക് കമ്മിറ്റി നിയമനത്തിനെതിരെ മുൻ ഭരണസമിതി അഡ്ഹോക് കമ്മിറ്റിക്ക് നിയമസാധുത ഇല്ലെന്ന് കാട്ടി കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. മുൻ ഭാരവാഹികൾ ഓൺലൈൻ യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. ഇതിനിടെ ശ്വേതാ മേനോനെതിരെ നടി ഉഷാ ഹസീന രംഗത്തെത്തി. സ്ഥാനമൊഴിയാതെ കടിച്ചു തൂങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ സംഘടനയിലെ സ്ത്രീകൾ സംഘടിച്ച് അമ്മയുടെ ഓഫീസിൽ സത്യഗ്രഹ സമരം നടത്തുമെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പ്. മുൻ ഭരണസമിതിയിലെ അംഗങ്ങൾ രാജിവെച്ചില്ല എന്ന് രമേശ് പിഷാരടിയും ഗണേഷ് കുമാറും മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചതിന് പിന്നാലെയാണ് ജോയ് മാത്യു, അതോടൊപ്പം തന്നെ ജയൻ ചേർത്തല, കൈലാഷ് എന്നിവർ മെയിൽ മുഖേന തങ്ങളുടെ രാജിക്കത്ത് കൈമാറിയത്. പക്ഷേ ശ്വേതാ മേനോൻ പറയുന്നത് ഇനി തങ്ങൾ നിയമ പോരാട്ടം തുടരുകയാണ്. സംഘടനയിൽ നിന്നും, അതായത് നിലവിൽ രാജിവെച്ച് പുറത്തു പോകാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടിയാണ് ശ്വേതാ മേനോൻ പറയുന്നത്. ഒപ്പം ഒരു ഭരണസമിതി മാറിക്കഴിഞ്ഞാൽ ബൈലോ പ്രകാരം ഈ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ആരാണ് പറഞ്ഞത്? അത്തരത്തിലൊരു കാര്യമില്ല. തങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് കൂടിയാണ് ശ്വേതാ മേനോൻ വ്യക്തമാക്കുന്നത്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശ്വേത അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. പല ചോദ്യങ്ങളും ഈ അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങൾക്ക് മേൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് നടി ശ്വേതാ മേനോൻ. ഇന്നലെ ഈ മുൻ ഭാരവാഹികൾ ഓൺലൈനായി യോഗം ചേർന്നിരുന്നു. പക്ഷേ ഉണ്ണി ശിവപാലും ലക്ഷ്മിപ്രിയയും ആ യോഗത്തിൽ പങ്കെടുത്തതുമില്ല. അതിനിടയിൽ നടി ഉഷാ ഹസീന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അത് ശ്വേതാ മേനോന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ്. ഒരു ജനറൽ ബോഡി ഒന്നടങ്കം തീരുമാനിച്ചതാണ് ഈ ഭരണസമിതി മാറണമെന്ന്. എന്നിട്ടും കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്തിനാണ്? ഇനിയും അങ്ങനെ തുടരാനാണ് തീരുമാനമെങ്കിൽ സ്ത്രീകളെല്ലാം സംഘടിച്ചുകൊണ്ട് അമ്മ ഓഫീസിലേക്ക് വരും എന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. മോഹൻലാലിന്റെ ഭരണസമിതിയിൽ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഈ ഭരണസമിതിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, അതായത് കണക്ക് കാണിക്കുന്നതിനടക്കം വലിയ തെറ്റുകൾ, അല്ലെങ്കിൽ അത് കൃത്യമായി കാണിച്ചിരുന്നില്ല സംഘടനയിലെ ഭാരവാഹികൾ. ഈ ഒരു ഭരണസമിതി അത് ചോദ്യം ചെയ്തതാണ്. അത് തെളിയിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനപ്പുറത്തേക്ക് ഇനിയും സംഘടനയിൽ കടിച്ചു തൂങ്ങി നിൽക്കരുത് എന്നാണ് ശ്വേതാ മേനോന് മുന്നറിയിപ്പുമായി നടി ഉഷാ ഹസീന രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് ശ്വേതാ മേനോൻ അടക്കമുള്ളവർ പറയുന്നത്. അങ്ങനെ അഡ്ഹോക് കമ്മിറ്റിക്ക് തീരുമാനങ്ങൾ എടുക്കുവാനോ അത് രൂപീകരിക്കുവാനോ ബൈലോ പ്രകാരം അനുവാദമില്ല എന്നുകൂടിയാണ് ശ്വേതാ മേനോൻ ചൂണ്ടിക്കാട്ടുന്നത്. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. മലയാളത്തിൽ നിന്ന് ഭ്രമയുഗം, മഞ്ഞുമൽ ബോയ്സ്, കിഷ്കിന്ധാകാന്ഡം തുടങ്ങിയ ചിത്രങ്ങൾ അവാർഡിനായുള്ള പ്രധാന മത്സരത്തിലുണ്ട്. മികച്ച നടനുള്ള പട്ടികയിൽ മലയാളത്തിൽ നിന്ന് മമ്മൂട്ടി പരിഗണിക്കപ്പെടുന്നു. സായി പല്ലവി, ആലിയ ഭട്ട് എന്നിവരുൾപ്പെടെ മികച്ച നടിയുടെ പട്ടികയിലും ഉൾപ്പെട്ടിട്ടുണ്ട്. സംവിധായകൻ ജയരാജാണ് 11-അംഗ ജൂറിയുടെ ചെയർമാൻ. ഹരി, മമ്മൂട്ടിക്ക് അവാർഡ് ലഭിക്കുമോ? മൂന്നാമത്, അങ്ങനെയാണെങ്കിൽ 4ാമത്തെ അല്ലേ ദേശീയ പുരസ്കാരം മമ്മൂട്ടിക്ക് സ്വന്തമാകും. മലയാളത്തിന് അഭിമാനമാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, മലയാളികൾ എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും എല്ലാ കണ്ണുകളും മമ്മൂട്ടിയിലേക്കാണ്. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ കുടുംബൻ പോറ്റി എന്ന കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളികൾ സോഷ്യൽ മീഡിയയിൽ സ്വാഭാവികമായിട്ടും ഉയരും. കാരണം ദേശീയ അവാർഡ് നേടുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മലയാള നടന് കിട്ടുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായ രസങ്ങളുണ്ട്, അതിൻ്റേതായ ആകാംക്ഷകളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള അവാർഡ് നോക്കുന്നത്. പക്ഷേ കോമ്പറ്റീഷൻ കുറച്ച് ടഫാണ്. പ്രത്യേകിച്ച് തങ്കലാൻ എന്ന ചിത്രത്തിൽ നിന്ന് വിക്രം ഉണ്ട് പ്രധാനപ്പെട്ട കണ്ടന്ററായിട്ട്. അതോടൊപ്പം തന്നെ ദിൽജിത്ത് ദുസാങ് അമർ സിംഗ് ചംകീല എന്ന സിനിമയിലൂടെ, ഹിന്ദി സിനിമയാണ് അത്, ഇംതിയാസ് അലിയുടെ ചിത്രമാണ്, അതിൽ ഒരു കണ്ടന്ററായിട്ട് നിൽക്കുന്നുണ്ട്. അല്ലു അർജുൻ പുഷ്പ 2-ന് വേണ്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ പല പല താരങ്ങളുമാണ് പ്രധാനപ്പെട്ട മികച്ച നടൻ എന്ന കാറ്റഗറിയിൽ വരുന്നത്. മികച്ച നടിയായിട്ട് സായി പല്ലവിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അമരൻ എന്ന ചിത്രത്തിലൂടെ. രാജ്കുമാർ പെരിയസ്വാമിയാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. ശിവകാർത്തികേയനാണ് നടനായിരുന്നത്. ശിവകാർത്തികേയനും ഒരുപക്ഷെ മികച്ച നടനുള്ള കാറ്റഗറിയിലേക്ക് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാര്യങ്ങൾ. ആലിയ ഭട്ട് ജിഗ്ര എന്ന സിനിമയിലൂടെ ആലിയ ഭട്ടിൻ്റെ പെർഫോമൻസും സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരിനീതി ചോപ്രയും അമർ സിംഗ് ചംകീല എന്ന സിനിമയിലൂടെ തന്നെയാണ് നിൽക്കുന്നത്. കാറ്റഗറിയിൽ പല വിധമുണ്ട്. അതിൽ മികച്ച സിനിമാറ്റോഗ്രഫി, മികച്ച VFX ഉൾപ്പെടെയുള്ളത് കൽക്കി 2898 AD എന്ന തെലുങ്ക് ചിത്രത്തിന് കിട്ടാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇതെല്ലാം സാധ്യതാ പട്ടികകളാണ്. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിയിലേക്ക് ആ അവാർഡ്, മികച്ച നടൻ എന്ന അവാർഡ് മമ്മൂട്ടിയിലേക്ക് പോകുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം നിൽക്കുകയാണ്. വൈകിട്ട് 3 മണിക്കാണ് പ്രഖ്യാപനം എന്നാണ് മനസ്സിലാക്കുന്നത്. ഡിലേ ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ 3 മണിയിലേക്ക് തന്നെയാണ് നോക്കുന്നത്. പക്ഷേ എന്നാൽ പോലും
ഈ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലേക്ക് മലയാളി തിളക്കം എത്രമാത്രം ഉണ്ടാകും എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഒരുപക്ഷെ മലയാളത്തിന് ഒരു ഗോൾഡൻ ടൈം പീരീഡ് ഉണ്ടായിരുന്നൊരു വർഷവും കൂടിയാണ് 24 റിലീസ് ചെയ്ത സിനിമകൾ. ബ്രഹ്മയുഗവും മഞ്ഞുമ്മൽ ബോയ്സും ഒക്കെ റിലീസ് ചെയ്ത വർഷവും കൂടിയാണ് 2024. സെൻസർ ചെയ്ത വർഷവും 2024 തന്നെയാണ്. അപ്പോൾ 2024 സെൻസർ ചെയ്ത സിനിമകളാണ് ഇത്തവണ 72ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ പരിഗണിക്കുക. സംവിധായകൻ ജയരാജാണ് ജൂറി ചെയർമാൻ. 2012 അദ്ദേഹം ജൂറി ചെയർമാൻ ആയിരുന്നു. പക്ഷേ ഇതെങ്ങനെയായിരിക്കും, മലയാളി തിളക്കം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം നിൽക്കുകയാണ്. അവിടെയാണ് ഒരു പക്ഷേ മമ്മൂട്ടിക്ക് ഒരു സാധ്യത, ഒരു പക്ഷേ എന്ന് തന്നെയാണ് പറയാൻ കാരണം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ മമ്മൂട്ടിക്ക് തന്നെ കൊടുക്കണമെന്നുള്ള ചോദ്യങ്ങൾ ട്വിറ്റർ, എക്സ് ഹാൻഡിൽസിലൊക്കെ ആ രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ വളരെ സജീവമാണ്. പക്ഷേ കാത്തിരിക്കാൻ വെച്ചത് മമ്മൂട്ടിയിലേക്ക് വീണ്ടും ആ നാഷണൽ അവാർഡ് തേടി എത്തുമോ എന്നുള്ളത്. ശരി, ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള നടിയുടെ പരാതിയിൽ എടുത്ത കേസിലെ തുടർ നടപടികൾക്ക് സ്റ്റേ. വിചാരണ കോടതിയിലെ നടപടികളാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. പ്രശ്നം ഒത്തുതീർപ്പായെന്ന് നടി ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഈ സത്യവാങ്മൂലം പരിഗണിച്ചാണ് നടപടി. റോഡരികിലെ നടപ്പാതകൾ കാൽനട യാത്രികർക്ക് ഭയമേതുമില്ലാതെ നടന്നു പോകാൻ നിർമ്മിച്ചതാണ്. സുരക്ഷിതമായിരിക്കണം, അതുകൊണ്ട് തന്നെ അവ ഇന്നതാണോ അവസ്ഥ? ഒരാഴ്ചയ്ക്കുള്ളിൽ കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇക്കാര്യത്തിൽ നിർണായകമായ ഇടപെടലുകളാണ് നടത്തിയത്. കേരളത്തിലെ നഗരങ്ങളിലെ അവസ്ഥ പരിശോധിക്കുകയാണ് ന്യൂസ് 18. പ്രത്യേക ക്യാമ്പയിൻ വഴി നടക്കട്ടെ. നടപ്പാതകൾ പൂർണ്ണമായും ജനങ്ങൾക്ക് കൈമാറുകയാണ് ഭരണസമിതിയുടെ ലക്ഷ്യമെന്ന് കോട്ടയം നഗരസഭാ അധ്യക്ഷൻ MP സന്തോഷ് കുമാർ ന്യൂസ് 18നോട്. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു. തെരുവോരത്തെ കച്ചവടക്കാർക്ക് കോടിമതയിൽ ഫുഡ് സ്ട്രീറ്റ് ഹബ്ബ് പ്രഖ്യാപിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാരിന്റെ അന്തിമ പരിഗണനയിലാണ്. തട്ടുകടകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനം നിയന്ത്രിക്കുമെന്നും സന്തോഷ് കുമാർ വ്യക്തമാക്കി. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് നഗരസഭയുടെ നടപടി. കോട്ടയം നഗരസഭയിലെ നടപ്പാതകളിലെ കയ്യേറ്റം കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് 18 വാർത്തയായി നൽകിയത്. കോട്ടയം നഗരസഭാ അധ്യക്ഷൻ MP സന്തോഷ് കുമാർ, കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അദ്ദേഹം എന്നോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുക? നമ്മൾക്ക് കോട്ടയം നഗരത്തിലെ ഫുട്പാത്തുകൾ പൂർണ്ണമായും പൊതുജനങ്ങൾക്ക് നടക്കാൻ ഉപകരിക്കുന്ന തരത്തിലേക്ക് മാറണമെന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ലക്ഷ്യം. അതിലേക്ക് ഞങ്ങൾ 2-3 പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഒന്ന്, നിലവിലുള്ള തെരുവോര കച്ചവടക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി അവർക്ക് ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കും. ആ കൊടുക്കുമ്പോഴും നേരത്തെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് അനൗൺസ് ചെയ്ത ചില റോഡുകളിൽ പൂർണ്ണമായും ഫുട്പാത്തുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള റോഡുകളായി മാറുകയും ചെയ്യും. പകരം നമുക്ക് ഇത് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളെ അടക്കമുള്ളവർക്ക് അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന തരത്തിലേക്ക് നഗരസഭ മാറും. അതിൻ്റെ ഭാഗമായി നമ്മൾ കോടിമതയിൽ തെരുവോരത്ത് ഇരിക്കുന്ന നമ്മളുടെ കോട്ടയം നഗരത്തിനകത്തിരിക്കുന്ന കച്ചവടക്കാരടക്കമുള്ളവരെ പുനരുദ്ദേശിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമുക്ക് ഫുഡ് സ്ട്രീറ്റ് ഹബ്ബ് നമ്മൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് മുഖേന സെൻട്രൽ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്ത് ഏകദേശം അത് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. 5.5 കോടി രൂപ ചിലവ് വരുന്ന ഒരു പദ്ധതിയാണ്. അവിടെ 50% ആളുകൾ വിവിധ തരത്തിലുള്ള ഫുഡ് ഉൽപ്പാദിപ്പിച്ചത് വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റായി ഇത് മാറും. അതോടൊപ്പം തന്നെ മറ്റ് വ്യാപാരം നടത്തുന്ന 50% ആളുകളെയും കൂടെ അവിടെ ഉൾപ്പെടുത്തുമ്പോൾ ഇന്ന് നഗരത്തിലെ പ്രധാന റോഡുകളിലിരിക്കുന്നവരെ എല്ലാം നമുക്ക് ആ രംഗത്തേക്ക് മാറ്റി അവർക്ക് പുതിയൊരു വരുമാന മാർഗത്തിനുള്ള സാഹചര്യം ഉണ്ടാകും. അതിനോടനുബന്ധിച്ച് തന്നെ നമുക്കറിയാം, ഇവിടെ ഈ ചാനലുകൾ അടക്കം കോട്ടയത്തെ നിരവധി ചാനലുകൾ തെരുവോരത്ത് വ്യാപാരം ചെയ്ത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തെരുവോര തട്ടുകടകളാണ്. തട്ടുകടകൾക്ക് നിയന്ത്രണം വേണം. നേരത്തെ നമുക്ക് 8 മുതൽ 12 വരെ, രാത്രിയിൽ 8 മുതൽ 12 വരെയായിരുന്നു അതിൻ്റെ പ്രവർത്തനം നടന്നിരുന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണി 5:30 ആകുമ്പോൾ വന്ന് തന്നെ ആ തട്ട് നിരത്തി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, മറ്റ് വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, പാർക്കിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ഞങ്ങളത് അനുവദിക്കത്തില്ല. ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ അതിനൊരു ക്രമീകരണം ഉണ്ടാകും. ആ സമയത്ത് നമുക്ക് 8 മണി എന്ന് പറഞ്ഞാൽ 8 മണിക്ക് അത് പ്രവർത്തനം ആരംഭിച്ച് 12 മണിക്ക് തട്ടുകടകൾ അവസാനിക്കുന്നതായിരിക്കണം അതിൻ്റെ പ്രവർത്തന ശൈലി. അതോടൊപ്പം ആ തട്ടുകടകളിൽ ശുചീകരണം, അതോടൊപ്പം വൃത്തി, ആരോഗ്യമുള്ള അതോടൊപ്പം നമുക്ക് ഹെൽത്ത് കാർഡുള്ള തൊഴിലാളികളെ മാത്രമേ അവിടെ നമ്മൾ വർക്ക് ചെയ്യിക്കത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് ബഡ്ജി കച്ചവടം. ഇന്ന് ബഡ്ജി കച്ചവടം അടക്കം രാവിലെ മുതൽ രാത്രി വരെ ബഡ്ജി കച്ചവടം നടക്കുക. ബഡ്ജി കച്ചവടത്തിന് നിയന്ത്രണങ്ങളുണ്ട്. വൈകുന്നേരം 4 മുതൽ 8 മണി വരെ സമയങ്ങളിൽ ആ ബഡ്ജി കച്ചവടം കൂടെ ക്രമീകരിക്കുമ്പോൾ ഇന്നത്തെയിൽ നിന്ന് വ്യത്യാസം പൊതുജനങ്ങൾക്ക് അനുഭവിക്കപ്പെടാൻ പറ്റും. ഇതുകൂടാതെ തെരുവോരത്ത് കച്ചവടം ചെയ്യുന്ന സ്ഥിരം വ്യാപാരികൾ, അവർ തെരുവോരത്തെ നമ്മുടെ ഫുട്പാത്തിലുള്ളവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുന്ന തരത്തിലേക്കുള്ള ഹോർഡിങ്സുകളും ബോർഡുകളും കടകളുടെ മുൻവശവും ഇറക്കി വെച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതും നമ്മൾ മാറ്റിയുന്ന പ്രവർത്തനത്തിലേക്ക് അത് അടുത്തു തന്നെ ഉണ്ടാകും. ഓണത്തിന് മുന്നോടിയായി നമ്മൾ ഇതെല്ലാം ക്രമീകരിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് കോട്ടയം നഗരത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള തരത്തിലേക്കാണ് നഗരസഭയുടെ
മുമ്പോട്ടുള്ള പോക്ക്. പൂർണ്ണമായും വ്യാപാരികളുടെ, തെരുവോരത്ത് കച്ചവടം ചെയ്യുന്നവരുടെ, പൊതുജനങ്ങളുടെ എല്ലാം സഹകരണം വേണം. ഇവിടെ മീഡിയകൾ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. മീഡിയ ശ്രദ്ധയിൽപ്പെടുത്തുന്ന വിഷയങ്ങൾ അത് അതീവ ഗൗരവത്തോട് എടുത്തുകൊണ്ട് ആ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ് ഞങ്ങളുടെ നഗരസഭയുടെ നീക്കം. അതിന് പൂർണ്ണമായും എല്ലാവരുടെയും സഹകരണം വേണം എന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾക്ക് വെക്കാനുള്ളത്. ചില സ്ഥലങ്ങളിലെങ്കിലും താൽക്കാലിക കടയാണ്, പക്ഷെ അതങ്ങ് സ്ഥിരം കടയായി ഉറച്ചു പോകുന്നു. അവിടെ പക്ഷേ യാത്രക്കാർക്ക് അപകടം ഉണ്ടാകുന്ന തരത്തിലാണ് പലതിൻ്റെയും. അതൊക്കെ മാറ്റാനുള്ള നടപടികളിലേക്ക് തന്നെ കടക്കും അല്ലേ? അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അതോടൊപ്പം സുപ്രീം കോടതിയുടെയൊക്കെ വിധി തെരുവോര കച്ചവടക്കാർക്ക് കൊണ്ട് അവിടെ തെരുവോരത്ത് യാത്ര ചെയ്യുന്ന ആ പൊതുജനങ്ങളുടെ കാര്യത്തിലുമുണ്ട്. അപ്പോൾ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തരത്തിലുള്ള കടകളും വെച്ച് ഉറപ്പിക്കത്തില്ല. നമുക്കറിയാം, തെരുവോരത്ത് കച്ചവടം ചെയ്യുന്നവർക്ക് പെർമനൻ്റ് സ്വഭാവത്തിലുള്ള കച്ചവട സാഹചര്യം ഉണ്ടാകരുതെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് ടെമ്പററി സംവിധാനത്തിൽ തന്നെയാകണം. ഇപ്പോൾ ഇവിടെ ചില ആംഗ്ലേറയിലൊക്കെ വെൽഡ് ചെയ്ത് വലിയ മാടം പോലെ അല്ലെങ്കിൽ വലിയ ബങ്കുകൾ പോലെ സ്ഥാപിച്ചു കൊണ്ടുവരുന്നു. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. നമുക്ക് താൽക്കാലിക സംവിധാനത്തിലുള്ള തട്ടുകടകളായിട്ട് അത് നോക്കണം, അല്ലെ തള്ളിക്കൊണ്ട് നടക്കാവുന്ന വണ്ടികളിൽ അത് ക്രമീകരിക്കണം. ആ തരത്തിൽ വേണം അതിൻ്റെയൊക്കെ സാഹചര്യം ഉണ്ടാകാനുള്ളത്. എന്തായാലും അദ്ദേഹം നിലപാട് പറയുന്നത് ശക്തമായ നിലപാടുണ്ടാകുമെന്ന് തന്നെ കോട്ടയം നഗരസഭ പറയുകയാണ്. അതിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് MP സന്തോഷ് കുമാർ വ്യക്തമാക്കുന്നത്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടും നെടുമങ്ങാട് നഗരസഭ അധികൃതർക്കും സർക്കാരിനും ഇതൊന്നും ബാധകമല്ല. നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിൽ ജനം നടുറോഡിലൂടെ ഇറങ്ങി നടക്കേണ്ട അവസ്ഥയാണ്. നടപ്പാതകൾ കാൽനടയാത്രക്കാർക്കുള്ളതാണെന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഉറപ്പിച്ചു പറയുകയാണ്. എന്നാൽ നടപ്പാതകൾ പോലും ഇല്ലാത്ത പട്ടണങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള അവകാശം കോടതികൾ ആവർത്തിച്ചോർമ്മിപ്പിച്ചിട്ടും നെടുമങ്ങാട് ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. ജില്ലാ ആശുപത്രിക്ക് മുൻപിലെ കാഴ്ചയാണത്. അപകടങ്ങൾ പതിവെന്ന് നാട്ടുകാരുടെ പരാതി. അത്യാവശ്യം ഫുട്പാത്താണ്, ജനങ്ങൾക്ക് നടക്കാൻ ഒരു വഴിയില്ല. എല്ലായിടം ബ്ലോക്ക്, വണ്ടികളും കടകളും എല്ലാം ഇട്ട് കംപ്ലീറ്റ് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്? റോഡിൽ കൂടെ കയറി നടക്കുമ്പോൾ ആക്സിഡന്റുകൾ ഉണ്ടാകുന്നു. പലവർക്കും പല ദുരിതങ്ങൾ, കാലൊടിഞ്ഞത്, കൈയൊടിഞ്ഞത്, പല പ്രശ്നങ്ങളും. ജീവൻ പണയം വെച്ചാണ് ഓരോരുത്തരും നടക്കുന്നതും അവരവരുടെ ജീവിതം ഓരോ സെക്കൻഡും തള്ളി നീക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പോം വഴി ഒരു കോർപ്പറേഷൻ ചെയ്തേ പറ്റും നഗരസഭ. നെടുമങ്ങാട് ജുഡീഷ്യൽ കോടതിയുടെ മുൻപിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. സ്കൂളുകൾ ഉൾപ്പെടെ നിരവധി സർക്കാർ സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. വിദ്യാർത്ഥികൾക്കും അപകടയാത്ര. വണ്ടികളൊക്കെ പോകുമ്പോ, ബസ്സൊക്കെ പോകുമ്പോ നമ്മളിങ്ങനെ സൈഡിൽ കൂടെയാണ് പോകണം. നമ്മൾ എങ്ങനെയെങ്കിലൊക്കെയാണ് പോകണം. ഇടിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പോകണം. അതൊക്കെ ഭയങ്കര അതന്നെ. അപ്പൊ ഇവിടെ നടപ്പാതില്ല, അത് വലിയ പ്രശ്നമാണ്. അതന്നെ. ആ ഫുട്ബോൾ അതേ ഇതുവഴി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സ്കൂളിന്റെ അവിടെ പോയിട്ട് എല്ലാവരും ഈ വഴി തന്നെയാണ് വരുന്നത്. അപ്പോ കുട്ടികൾ സേഫ് അല്ല ഈ വഴി വരുന്നത്. അക്ഷരാർത്ഥത്തിൽ ദുരിതയാത്രയാണ് ഇതുവഴിയുള്ളത്. നടക്കുവാൻ നടപ്പാതകൾ പോലുമില്ല. എത്രനാൾ ഈ ദുരിതയാത്ര തുടരേണ്ടി വരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ക്യാമറാമാൻ അരുണിനോടൊപ്പം നിതിൻ മോഹൻ, News 18, തിരുവനന്തപുരം. News 18 ഇമ്പാക്ട്. കക്കൂസ് മാലിന്യം കലർന്ന മലിനജലം ഉപയോഗിച്ചുള്ള ആലപ്പുഴ ബീച്ചിലെ വിവാദ കാർണിവലിൽ നഗരസഭ അന്വേഷണം ആരംഭിച്ചു. കാർണിവൽ നടത്തിപ്പിന് അനുമതി നൽകിയ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരം തേടിയുള്ള വൈസ് ചെയർമാന്റെ കത്ത് News 18 കിട്ടി. നിയമാനുസൃതമല്ലാതെ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് വൈസ് ചെയർമാൻ ജോസ് ചെല്ലപ്പന്റെ കത്തിൽ ആവശ്യപ്പെടുന്നു. സംഭവത്തിൽ പ്രതിപക്ഷവും പ്രതിഷേധത്തിലാണ്. നികുതി വെട്ടിപ്പടക്കമുള്ള വിഷയങ്ങൾ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ആലപ്പുഴ ബീച്ച് കാർണിവലുമായി ബന്ധപ്പെട്ട നിരവധി നിയമലംഘനങ്ങൾ നടന്നുവെന്ന് News 18 കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയിരുന്നു. അതിന്റെ ഒരു പരമ്പര തന്നെ News 18 ഇപ്പോൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കരാർ മറിച്ചുവിറ്റു. അതായത് ഇവിടെ ലൈസൻസിയായി എത്തിയ ആളല്ല, മറിച്ച് മറ്റൊരാളാണ് ഈ കാർണിവൽ നടത്തിയത് എന്നുള്ളതും ആലപ്പുഴ നഗരസഭയുമായി ബന്ധപ്പെട്ട വിവിധ കൗൺസിലർമാർക്ക്, അതായത് ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർക്ക് അതിൽ ബന്ധമുണ്ടെന്ന് അടക്കമുള്ള വിവരങ്ങൾ കൂടി നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴ നഗരസഭയിൽ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചു
ആരംഭിച്ചു എന്നുള്ളതാണ്. വൈസ് ചെയർമാൻ്റെതായ കത്താണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതിനകത്ത് വ്യക്തമാക്കിയിരിക്കുന്നത് CRSL ലംഘനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അടിയന്തരമായ പരിശോധന ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിയമലംഘനങ്ങൾ നടന്ന ഇടങ്ങളിൽ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ ആരാണ്, അവർക്കെതിരെ അത്തരത്തിൽ അവരുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കണം എന്നുള്ളതും കൂടിയാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിനും നഗരസഭാ സെക്രട്ടറിക്കും നൽകിയ നഗരസഭാ വൈസ് ചെയർമാന്റെ കത്താണ് നമുക്ക് പുറത്തുവരുന്നത് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. പ്രതിപക്ഷ നിര വലിയ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. 20 കോടിക്ക് മേൽ നികുതി വെട്ടിപ്പ് ആലപ്പുഴ നഗരസഭയിൽ ഈ കാർണിവലുമായി ബന്ധപ്പെട്ട് നടന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് VG വിഷ്ണു ഇന്നലെ ഉന്നയിച്ചത്. അത്തരത്തിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. കൃത്യമായ അന്വേഷണം നടത്തിയില്ലെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രതിരോധം സൃഷ്ടിക്കും എന്നുകൂടി അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരോപണമല്ല, ഗുരുതരമായ കൃത്യവിലോപം, തെറ്റ്, അഴിമതി ഈ കാര്യങ്ങൾ നടത്തിയ ചെയർപേഴ്സണും ബന്ധപ്പെട്ട കൂട്ടാളികളും ആലപ്പുഴയിലെ ജനങ്ങളോട് മാപ്പ് പറയേണ്ടി വരും, മറുപടി പറയേണ്ടി വരും. ആ അജണ്ട ഈ കൗൺസിലിനകത്ത് ഉൾപ്പെട്ടത് കൊണ്ടാണ് ബന്ധപ്പെട്ട ചെയർപേഴ്സൺ എത്രയും വേഗം ഈ കൗൺസിൽ വേണ്ടാന്ന് വെച്ചിട്ട് കൗൺസിൽ നിർത്തിവെച്ച് പുറത്തേക്ക് പോയത്. മറ്റൊന്നുകൊണ്ടല്ല, ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ആലപ്പുഴ ബീച്ചിൽ മുൻകൂർ അനുവാദം കൊടുത്തിരിക്കുന്നു. 2 മാസക്കാലം ആലപ്പുഴ നഗരസഭയുടെ കൗൺസിലിന് അനുവാദമില്ലാതെ അവിടെ കാർണിവൽ നടത്താൻ മുൻകൂർ അനുവാദം കൊടുത്തിരിക്കുന്നു. ആരോട് ചോദിച്ചിട്ട്, എവിടെ ചർച്ച ചെയ്തിട്ട്? സ്റ്റിയറിംഗ് കമ്മിറ്റി അറിഞ്ഞോ? ഓൾ പാർട്ടി മീറ്റിംഗ് നടത്തിയോ? ബന്ധപ്പെട്ട കൗൺസിൽ അറിഞ്ഞില്ല. ആരും അറിയാതെ ഏകപക്ഷീയമായി അനുവാദം കൊടുത്ത ചെയർപേഴ്സന്റെ അഴിമതിക്കെതിരായി ശക്തമായ പ്രതിഷേധം കൗൺസിലിനകത്ത് ഉയർന്നു വരുമെന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ കൗൺസിൽ യോഗം ഏകപക്ഷീയമായി പിരിച്ചുവിടാൻ ബന്ധപ്പെട്ട ചെയർപേഴ്സൺ തയ്യാറായിട്ടുള്ളത്. പ്രധാനമായും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അനുസരിച്ച് കോടിക്കണക്കിന് രൂപയാണ് കാർണിവലുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ നഗരത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ കാർണിവലുമായി ബന്ധപ്പെട്ട് നടത്തിപ്പുകാർ സമാഹരിച്ചിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ അവർക്ക് ലഭ്യമായ തുകയ്ക്ക് പകരം ഗുരുതര പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന രീതിയിൽ ആലപ്പുഴ ബീച്ചും പരിസര പ്രദേശങ്ങളും കൊണ്ടെത്തിച്ചു. മാത്രമല്ല ആലപ്പുഴ നഗരസഭയുടെ സീൽ ചെയ്യാത്ത ടിക്കറ്റുകൾ ഉൾപ്പെടെ വിറ്റഴിച്ചു എന്നുള്ള കണ്ടെത്തലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സീൽ ചെയ്യാത്ത ടിക്കറ്റുകൾ വിറ്റഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നികുതി വെട്ടിച്ചിട്ടുള്ള പണമാണ്. ആ നികുതി വെട്ടിച്ച ഈ കോടിക്കണക്കിന് രൂപ ലഭ്യമായി എടുത്ത് നികുതി വെട്ടിച്ച തുക എവിടെയെന്നുള്ള ചോദ്യമൊക്കെ ഉയരുകയാണ്. വിവിധ വകുപ്പുകൾ ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ ഗുരുതര പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. CRSL മേഖലയിലായിരുന്നു ഈ 90 അടി ഉയരത്തിലുള്ള നിർമ്മാണങ്ങൾ. അതെങ്ങനെ അനുമതി ലഭ്യമായി എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. തീരദേശ പരിപാലന നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് കുഴൽക്കിണറും കുഴിക്കക്കൂസുകളും ആലപ്പുഴ ബീച്ചിൽ കുഴിച്ചത്. അത് ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങളും മലിനീകരണവും ഉണ്ടാക്കി. അവിടെ ഉപയോഗിച്ച ജലം, അതായത് കൃത്രിമ വെള്ളച്ചാട്ടത്തിനായി ഉപയോഗിച്ച വണ്ടർഫോൾസിൽ ഉപയോഗിച്ച ജലം കോളിഫോം ബാക്ടീരിയകൾ കൊണ്ട് നിറഞ്ഞതാണ് എന്നുള്ള കണ്ടെത്തൽ അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഈ കോളിഫോം ബാക്ടീരിയ ഉപയോഗിച്ചുള്ള വെള്ളത്തിൽ വെള്ളച്ചാട്ടത്തിൽ പങ്കെടുത്ത 129ഓളം ആളുകളാണ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ ദിവസം ഒരു 4 വയസ്സുകാരനുണ്ടായ മസ്തിഷ്കത്തിൽ ഉണ്ടായ അണുബാധയെ സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടെ ന്യൂസ് 18 പുറത്തുവിട്ടിട്ടുണ്ട്. അതീവ ഗൗരവകരമായ വിഷയത്തിലാണ് ഇപ്പോൾ നഗരസഭ ഒടുവിൽ ഒരു അന്വേഷണത്തിലേക്ക് എത്തുന്നത്. ഇതിനകത്ത് എന്താണ്, അതായത് പ്രത്യക്ഷത്തിൽ തന്നെ നിയമലംഘനങ്ങൾ നടന്നു എന്ന് ബോധ്യപ്പെട്ട ഈ ഒരു നിർമ്മാണത്തിൽ ഇപ്പോഴും പരിസ്ഥിതി മലിനീകരണം സംബന്ധിച്ച പ്രതിസന്ധി ആലപ്പുഴ ബീച്ച് നേരിടുകയാണ്. ആ വിഷയത്തിൽ എന്ത് നടപടിയാണ് ഒരാഴ്ചക്കുള്ളിൽ ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കൗതുകകരമായി കാത്തിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ഇന്ന് ബഹുജന റാലി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല റാലിയുടെ ഭാഗമാകും. ഇതര സംസ്ഥാന തൊഴിലാളികളിലൂടെ പെരുമ്പാവൂരിൽ ശക്തമായ മയക്കുമരുന്ന് ശൃംഖല തകർക്കുകയാണ് ലക്ഷ്യം. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, ആഭ്യന്തര വകുപ്പിന്റെ വലിയൊരു ലക്ഷ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ളത്. അതിപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളിലേക്കും വ്യാപിക്കുകയാണ്. എന്തൊക്കെയാണ് പദ്ധതികൾ? രഞ്ജിത്ത്, ഇവിടെ നിന്ന് മാത്രം 18 കോടിയുടെ ലഹരി മരുന്നുകളാണ്, ലഹരി വസ്തുക്കളാണ് കണ്ടെത്തിയിട്ടുള്ളതെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ടിന്റെ ഭാഗമായിട്ടാണ് രമേശ് ചെന്നിത്തല ഇന്ന് ഇവിടെ എത്തുന്നത്. എന്നാലും കോളനികൾ സന്ദർശിക്കും, അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ സന്ദർശിക്കും. എന്തായാലും നമുക്ക് പെരുമ്പാവൂരിൽ തന്നെ അതേ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ തിങ്ങി പാർക്കുന്ന ഇടമെന്നുള്ള നിലയിലും ആലുവയിലും പെരുമ്പാവൂരിലും ഒക്കെ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ കൂടുതൽ കണ്ടെത്താനുള്ള ഒരു
സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ലഹരിയെ പൂർണ്ണമായും ഒഴിവാക്കുക അല്ലെങ്കിൽ വേരോടെ പിഴുതെറിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ആഭ്യന്തരമന്ത്രി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ പെരുമ്പാവൂർ ബോയ്സ് ഹൈസ്കൂളിലാണുള്ളത്. ഇവിടെ നിന്നും റാലിയായിട്ടാണ് ഈ ഫൈൻ ആർട്സ് കോളേജിലെ ഫൈൻ ആർട്സ് ഹാളിലേക്ക് പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് സമ്മേളനം നടക്കുക. എന്തായാലും അദ്ദേഹം അതിനുശേഷം ഈ അതിഥി തൊഴിലാളികളെ സന്ദർശിക്കുകയും അവരുമായി സംവദിക്കുകയും ചെയ്യുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് ചോദിക്കാം, ഈ പെരുമ്പാവൂരിൽ നിന്ന് ഇപ്പം അതിഥി തൊഴിലാളികൾ കൂടുതൽ ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുന്ന് ലഹരി വസ്തുക്കൾ കൂടുതൽ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കണക്കുകൾ? ഇപ്പോൾ തൂഫാൻ തുടങ്ങിയതിന് ശേഷം 4000-ത്തിലധികം കേസുകൾ ഓൾ കേരള പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ മേജർ ഷെയർ പെരുമ്പാവൂരിൽ നിന്ന് തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. ഇവിടെ അതിഥി തൊഴിലാളികൾ പല മേഖലകളിലുമാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് പ്ലൈവുഡ് മേഖലയിലാണ്. പ്ലൈവുഡ് മേഖലയിലുള്ള അതിഥി തൊഴിലാളികൾ അധിക ഭാഗവും അവരവൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് ബിൽഡിങ്ങിൻ്റെ അവരുടെ ഓണേഴ്സിൻ്റെ ഷെൽട്ടറിലും അവരുടെ ഉത്തരവാദിത്വത്തിലുമാണ് താമസിക്കുന്നത്. അസംഘടിത തൊഴിലാളികളാണ് മെയിനായിട്ട് ഈ വ്യാപാരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ട്രെയിൻ മാർഗവും ബസ് മാർഗവും എല്ലാം അവരുടെ നാട്ടിൽ നിസ്സാര വിലയ്ക്ക് കിട്ടുന്ന സാധനം ഇവിടെ കൊണ്ടുവന്ന് അത് അമിതമായ വിലയ്ക്ക് വിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 2 വർഷത്തിന് മുമ്പ് പോലെ ലഹരി വിരുദ്ധ പോരാട്ടം കുന്നത്തനാട് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയും പ്രവർത്തനങ്ങൾ അന്നു മുതൽ ആരംഭിക്കുകയും ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയോടുകൂടി അതിശക്തമായ രീതിയിൽ ഇവിടെ അതിഥി തൊഴിലാളികൾ കൂടുതലായിട്ട് താമസിക്കുന്ന ബംഗാൾ കോളനി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ബായ് കോളനി എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കുറച്ച് തദ്ദേശവാസികളും പെരുമ്പാവൂർ നിവാസികളും എല്ലാം കൂടി സംഘടിച്ച് പ്രവർത്തിച്ച എൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് കാണാൻ പോകുന്നത്. ആഭ്യന്തരമന്ത്രി വരുന്നു. ഇത് പെരുമ്പാവൂർ ബോയ്സ് സ്കൂളിൽ നിന്ന് ആണ് ഒരു പ്രകടനം പോലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിൽ സുഭാഷ് മൈതാനിയിൽ ഒരു ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് നടക്കുന്നു. അത് കഴിഞ്ഞ് ഫൈൻ ആർട്സ് ഹാളിൽ വെച്ചിട്ട് വാരിയർ ബാഡ്ജുകൾ വിതരണം ചെയ്യുകയും ഒരു ചെറിയ സമ്മേളനം പോലെ നടത്തുകയും ചെയ്യുന്നു. അതിനുശേഷം നേരത്തെ പറഞ്ഞ ബായ് കോളനിയിലേക്ക് പോവുകയും അവിടെയുള്ള അതിഥി തൊഴിലാളികളുമായിട്ട് ഒരു ഇൻട്രാക്ഷനും കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം പറഞ്ഞല്ലോ അസംഘടിത തൊഴിലാളികളാണ് കൂടുതലും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇപ്പം അതെങ്ങനെ ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം പ്ലൈവുഡ് കമ്പനി അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയിൽ മുതലാളികൾക്ക് അവരുടെ തൊഴിലാളികളെ ഐഡന്റിഫൈ ചെയ്യാൻ റെക്കഗ്നൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്താനോ ഒക്കെ പറ്റുമായിരിക്കും. പക്ഷേ ഇതും ഈ അസംഘടിത മേഖലയിലുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലല്ലേ? കമ്പാരിറ്റീവ്ലി അസംഘടിത തൊഴിലാളികളാണ് കൂടുതൽ. കാരണം ഈ കമ്പനികളിലുള്ള എല്ലാ ഭായിമാരും ഈ കമ്പനി ഓണേഴ്സിൻ്റെ സർവൈലൻസിലാണ്. ഓൾമോസ്റ്റ് എല്ലായിടത്തും CCTV കവറേജസ് ഉണ്ട്. പിന്നെ ഉള്ള ഒരു പോസിബിലിറ്റി പുറമെ നിന്നുള്ള ആളുകൾ, ഇവരുടെ നാട്ടിലുള്ള ആളുകളുമായിട്ട് പുറമെ നിന്ന് വന്ന് സപ്ലൈ ചെയ്യാനുള്ള ഒരു ചാൻസസ് പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സ്റ്റിൽ നമ്മളുടെ സർവൈലൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ നമ്മൾ കണ്ടെത്തിയാൽ നമ്മൾ അവരെ ചോദ്യം ചെയ്യുകയും അത് കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പോലീസിനെ ഇൻഫോം ചെയ്യുകയും ചെയ്യാറുണ്ട്. പിന്നെ അവരുടെ നോർമലി ഇത് ഒരു കോൺട്രാക്ട് ഒരു സൺഡേ പെരുമ്പാവൂർ ടൗണിൽ വന്നിട്ട് ഒരാളെ ഇപ്പോൾ ആൾ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യും. നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് ആൾ സ്കിൽഡ് ലേബർ ആണെന്നാണ് പറയുന്നത്. നമുക്കത് പ്രോപ്പർലി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധാരണഗതിയിൽ പറ്റാറില്ല. ബട്ട് വർക്കിനെ സംബന്ധിച്ച് വർക്ക് സ്റ്റോപ്പ് ആവാത്തതുകൊണ്ട് ആഭ്യന്തരമന്ത്രി ഇടപെടുകയാണ്. അവിടെ പെരുമ്പാവൂരിലെത്തി അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണത്തിലടക്കം. കൊല്ലത്ത് വൻ ലഹരി മരുന്ന് വേട്ട. അയത്തിൽ 2-ാം നമ്പർ ജംഗ്ഷന് സമീപത്തെ വീട്ടിൽ നിന്നും 22.48 ഗ്രാം MDMA പിടിച്ചു. നബിൻ എന്നയാളുടെ വീട്ടിൽ നിന്നാണ് സിറ്റി ഡാൻസ് ഓഫ് NDMA പിടികൂടിയത്. നബിൻ, സുഹൃത്തായ മുഹമ്മദ് അലി എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതി മുൻ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ കോടതി മാറ്റിവെച്ചു. 7-ാം തീയതിയാകും ഇനി ഹർജി പരിഗണിക്കുക. കോഴിക്കോട് സെഷൻസ് കോടതിയിലാണ് നടപടി. അതേസമയം ജിതിൻ ഭാസ്കർ ജാമ്യ ഹർജിയിൽ ഉച്ചയ്ക്ക് ശേഷമാകും കോടതി തീരുമാനം അറിയിക്കുക. പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടതിനാൽ ജാമ്യം നൽകണമെന്നാണ് ജിതിന്റെ വാദം. തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാമ്യം നൽകരുതെന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. മലബാർ മേഖലയിൽ ബീഫിന്റെ വില വർദ്ധിക്കുന്നു. ജൂലൈ 15 മുതൽ എല്ലില്ലാത്ത ബീഫിന് കിലോയ്ക്ക് 460 രൂപ നൽകണം. എല്ലുള്ളതിന് 400 രൂപയാകും വില. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലി വരവ് കുറഞ്ഞതാണ് 380 വരെ ഉണ്ടായിരുന്ന ബീഫ് വില വർദ്ധിക്കാൻ കാരണമെന്ന് വ്യാപാരികൾ പറയും. നമ്മോടൊപ്പം ഇപ്പോൾ മീറ്റ് മർച്ചൻസ് അസോസിയേഷൻ ഉണ്ട്. എന്താണ് ഇത്തരം ഒരു വലിയ വിലവർധനമുള്ള ഒരു അടിയന്തര കാരണം? വലിയൊരു വിലവർധനമല്ല കോഴിക്കോട് ജില്ലയിൽ വരാൻ പോകുന്നത്. മറ്റ് ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ
കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും 100-120 ഉറുപ്പ്യ കുറവാണ്. മറ്റുള്ള ജില്ലകളിലൊക്കെ 500-520 ഉറുപ്പ്യാണ്. കോഴിക്കോട് മറ്റേ എറണാകുളം, തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ വിൽക്കുന്നത് 520 ഉറുപ്പ്യാണ്. കേരളത്തിനെ കോഴിക്കോടിനെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ഇപ്പോഴും എല്ലുള്ള ഇറച്ചിക്ക് 400 ആക്കാനേ പോകുന്നുള്ളൂ. 15 തീയതി മുതൽ എല്ലില്ലാത്തതിന് 460. പ്രതിസന്ധി വളരെ രൂക്ഷമായ സ്ഥിതിയിലാണുള്ളത്. ഈ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാരം തന്നെയല്ലേ ഈ പ്രത്യേക വിലക്കയറ്റമൊക്കെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ? അല്ല, നിലവിലിപ്പോൾ 360 രൂപയാണ് കോഴിക്കോട് സിറ്റിയിലുള്ളിൽ എല്ലുള്ള ഇറച്ചിക്ക് വിൽക്കുന്നത്. ഇപ്പം ഞങ്ങൾ 40 രൂപ വർദ്ധിപ്പിച്ചിട്ട് അത് 400 രൂപയാക്കുന്നുള്ളൂ. 40 രൂപയെ വർദ്ധിക്കുന്നുള്ളൂ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കച്ചവടക്കാർക്ക് ഈ കാലികൾ കിട്ടാതിരിക്കുന്നതിൻ്റെ പ്രയാസങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ്റെ ചാർജ് വർധനവ്, അങ്ങനെ ഓരോ മേഖലകളെടുത്താൽ, പിന്നെ കൂടാതെ നമ്മൾ ഈ എല്ല്, തുകില്, നെയ്യ് ഇതിനൊക്കെയുള്ള വില ഇടിവ്, അതിന് വില കുറയാണ്. നമ്മൾക്ക് കിട്ടിയിരുന്ന വരുമാനത്തിൽ നിന്ന് തന്നെ ഒരുപാട് പൈസ നഷ്ടപ്പെടുകയും കൂടാതെ ഓരോ കച്ചവടക്കാരനും ഓരോ ദിനം പ്രതി കടക്കണിയിലേക്ക് വീഴുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഓരോ ചന്തകളിൽ ചെല്ലുന്ന സമയത്തും ചരക്കെടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന കച്ചവടക്കാർ. കാരണം ഈ കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 15 ലക്ഷത്തോളം ആളുകൾ ഈ വ്യാപാര മേഖലയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അതിൽ 7 ലക്ഷത്തോളം പേര് പ്രത്യക്ഷമായിട്ടും 8 ലക്ഷം പേര് പരോക്ഷമായിട്ടും ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അവരുടെ കുടുംബങ്ങളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു വിഭാഗം ജനങ്ങളുടെ ജീവിതമാർഗ്ഗമാണിത്. ഇതിൽ ഈ കടക്കണിയിൽ പെടുന്ന സമയത്ത് ഈ കുടുംബങ്ങൾക്കെല്ലാം ഇത് വലിയൊരു ജീവിതം പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു തുരുപ്പ് എന്ന നിലയിൽ മാത്രം 40 രൂപ മാത്രമേ ഞങ്ങൾ വർദ്ധിപ്പിക്കുന്നുള്ളൂ. ഏവറേജ് 30,000 റുപ്യക്ക് വാങ്ങുന്ന സാധനം 40,000 റുപ്യക്ക് വാങ്ങുന്ന ഒരു സാഹചര്യം എന്നുള്ളത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് 450 റുപ്യ വിറ്റാലും മുതലാവാത്ത സാഹചര്യമുണ്ട്. പക്ഷെ എങ്കിലും ഞങ്ങൾ ഒരു ലാഭം നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും നമ്മൾ പിടിച്ചു നിൽക്കാനെങ്കിലും ഒരു സാധിക്കണം എന്നുള്ള നിലക്കാണ് ഇപ്പോൾ ഈ ഒരു വിലവർധന ഉണ്ടായത്. മലയാള സമൂഹത്തിൽ ഗണ്യമായ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യ വിഭവമാണ് ആ ബീഫ്. ആ ബീഫിന് പലയിടങ്ങളിലും പല നിരക്കുകൾ നിലവിലുണ്ട്. എന്തായാലും മറ്റ് ഇടങ്ങളെ അപേക്ഷിച്ച് മലബാർ മേഖലയിൽ താരതമ്യേന കുറവായിരുന്നു. ആ നിരക്കാണ് ഉയരുന്നത്. എന്തായാലും ജനങ്ങളെ അല്ലെങ്കിൽ ഹോട്ടൽ ഭക്ഷണമൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ ഇത് സാരമായി തന്നെ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ മറ്റ് നിർവാഹം പിടിച്ചു നിൽക്കാൻ ഇല്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. പത്തനംതിട്ടയിലും ഷിഗല്ല സ്ഥിരീകരിച്ചു. എലിക്കാട് ഉന്നതിയിലെ 10 വയസ്സുകാരിക്കാണ് രോഗം. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. തൃശൂർ കുന്നംകുളത്ത് വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. KSRTC ബസ് ആണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയിലും സ്കൂട്ടറിലും സൈക്കിളിലും ബസ് ഇടിക്കുകയായിരുന്നു. റോഡിൽ നിന്ന് കയറിയ സ്കൂട്ടർ KSRTCക്ക് മുന്നിലേക്ക് പെട്ടെന്ന് വന്നതോടെ ബസ് വെട്ടിച്ചതാണ് അപകടത്തിന് കാരണമായത്. കേരളം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായി മാറിയെന്ന് നാം അഭിമാനിക്കുമ്പോൾ വയനാട്ടിൽ നിന്നുള്ള ഈ കാഴ്ചകൾ ആ അവകാശവാദങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ്. വയനാട്ടിലെ കോട്ടത്തറ പഞ്ചായത്തിലെ രാജീവ് നഗർ ഉന്നതിയിൽ ജീവിക്കുന്ന ആദിവാസി പണിയ വിഭാഗമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ഇന്നും ദുരിതക്കയത്തിൽ കഴിയുന്നത്. 1985-ൽ ഇന്ദിരാ ആവാസ് യോജന പദ്ധതി പ്രകാരം ഇവർക്ക് 3 ഏക്കറോളം ഭൂമി ലഭിച്ചിരുന്നുവെങ്കിലും അടച്ചുറപ്പുള്ള ഒരു വീടെന്നത് 4 പതിറ്റാണ്ടിനപ്പുറവും ഇവർക്കൊരു സ്വപ്നമായി അവശേഷിക്കും. അതിദാരിദ്ര്യ മുക്ത കേരളം എന്നാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് പറയുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ഈ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നാണ് നമ്മുടെ മുൻ സർക്കാരിൽ നിന്ന് നമ്മൾ അറിഞ്ഞത്. എന്തായാലും ഈ അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന് പറയുമ്പോൾ അവിടെ ഭക്ഷണം മാത്രമല്ല, പാർപ്പിടവും വസ്ത്രവും ഒക്കെ ഇതിൽപ്പെടുന്നതാണ്. ഇപ്പം നമുക്ക് കാണാം, ഈ ഒരു അതിദാരിദ്ര്യ മുക്ത കേരളത്തിലുള്ള വയനാട് ജില്ലയിലെ കുറച്ച് വീടുകളാണ് നമ്മൾ കാണുന്നത്. 1985-ൽ ഇന്ദിര ആവാസ് യോജന പദ്ധതി പ്രകാരം ഇവർക്ക് ഏതാണ്ട് ഒരു 3 ഏക്കർ സ്ഥലം ഇവിടെ കൊടുത്തിരുന്നു. അതിൽ ഈ ഭാഗത്ത് ഏതാണ്ട് 47ഓളം ആദിവാസി കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ അവസ്ഥ വളരെ ദുരിതമാണ് എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത്. ഇപ്പം നമുക്ക് ഈ ഒരു വീട് കണ്ടാൽ അറിയാം, ഈ ഷീറ്റിട്ട ഒരു വീടാണ്. ഇവിടെ ഏതാണ്ട് 4ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് സ്ഥിതി എന്ന്. എന്തൊക്കെയാണ് ഈ വീടിന്റെ ഒരു അവസ്ഥ? എനിക്ക് വീട് ഒന്നുമില്ല, ഷെഡിലാണ് താമസിക്കുന്നത്. അപ്പം അമ്മയുണ്ട്, 5 മക്കളുണ്ട്, ഞാനും പിന്നെ കെട്ടുവനും. അപ്പൊ ഈ ചാക്കൊക്കെ വലിച്ചു പൊതിച്ച് ഇങ്ങനെ കൂടുന്ന ഷെഡിലാണ് കിടക്കുന്നത്. വീട് ആരും ഉണ്ടാക്കി തന്നിട്ടില്ല. ഇല്ല. പക്ഷെ ഇവിടെ സ്ഥലം ഉണ്ടെന്നാണോ അല്ലേ? സ്ഥലമുണ്ട്,
അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കൊന്ന് നോക്കാം. ഒരു കുടുംബം അല്ലെങ്കിൽ 4ഓളം കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു വീടിന്റെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കുട്ടികളടക്കമുള്ള ആളുകൾ ഇതിന്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ട്. അത്രയും ചാക്കുകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വീട് മറച്ചിട്ടുള്ളത്. ഇവിടെ 4 കുടുംബങ്ങൾ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു അതിദാരിദ്ര്യ മുക്ത കേരളമാണോ എന്നുള്ളത് സംശയിക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ഷെഡിലാണ് കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം നിങ്ങളെ വക ഉണ്ടാക്കി തരണമെന്ന്, ഒരു സീറ്റോ അല്ലാതെ താഴപ്പായോ എന്തെങ്കിലും വാങ്ങി തരണമെന്ന് ഞങ്ങൾ പാവപ്പെട്ട പോലെ ഒരു 5 മക്കളും എൻ്റെ അമ്മയും ഒക്കെ കിടന്നുറങ്ങുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ നിങ്ങളുടെ അവസ്ഥ പറഞ്ഞിട്ടുണ്ടോ? അപേക്ഷ പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് കിട്ടില്ല. എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് തരണം. ഞങ്ങൾ കുറെ ദിവസമായി പറഞ്ഞിട്ട്. ഞാൻ ഈ വാർഡിന്റെ മെമ്പറാണ്. ദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് നമ്മൾ. എന്താണ് ഈ ഒരു അവസ്ഥ? ഈ ദാരിദ്ര്യ മുക്ത വാർഡ് പ്രഖ്യാപിച്ചെങ്കിലും ഇവരുടെ അവസ്ഥ ഇന്നും പഴയതുപോലെ തന്നെയാണ് കിടക്കുന്നത്. ഇവരിൽ 46 വർഷമായിട്ട് ഇവർക്ക് 30 വീട് പണിത് കൊടുത്തെങ്കിലും അതിൽ തന്നെയാണ് ഇപ്പോഴും അവർ കിടന്നിറക്കുന്നത്. ചോർന്നൊലിച്ച് അവർ ആവശ്യപ്പെടുന്ന ഒരു താർപ്പായെങ്കിലും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെന്ന് രാത്രിയിലെങ്കിലും ഒന്ന് കിടന്നോട്ടെ എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കാരണം അത്ര ബുദ്ധിമുട്ടിലാണ് ഇവർ കഴിഞ്ഞു കൂടുന്നത്. 1985 ശേഷം ഭരണം മാറി മാറി വന്നിരുന്നു. അതായത് UDF-ഉം LDF-ഉം ഇവിടെ ഭരിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ രീതിയിലേക്ക് വന്നത്? കാരണം ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, പലരും ഈ പറയുന്ന മാറി മാറി വരുന്ന സർക്കാരുകൾ കുറഞ്ഞ വീടുകൾ മാത്രം കൊടുക്കുകയും ബാക്കി ഇതിനകത്ത് പ്രധാനപ്പെട്ട വീടുകൾ ഇന്നും ചോർന്നൊലിച്ച് കിടക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. ഈ സമുദായം ആണ് ഏറ്റവും സമൂഹത്തിൽ താഴേക്കടയിൽ ഇന്നും അടിമത്തത്തെ പോലെ കഴിഞ്ഞുകൂടുന്നു. ഇവരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതൊരു പോരായ്മയാണ് പ്രതിഫലിച്ച് നിൽക്കുന്നത്. ഇവർക്ക് ഇവിടെ സ്ഥലമുണ്ട്, ഏതാണ്ട് 3 ഏക്കറോളം സ്ഥലമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നിരവധി ആളുകളെ പാർപ്പിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. പക്ഷേ ഇവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല, അതുപോലെ തന്നെ വീടില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇവരുടെ ഈ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കണം എന്ന് തന്നെയാണ് നമുക്കും അഭ്യർത്ഥിക്കാനുള്ളത്. കോട്ടത്തറ പഞ്ചായത്തിലെ രാജീവ് ഗാന്ധി ഉന്നതിയിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. ഇന്ന് അർജന്റീനയുടെ ആരാധകർക്ക് കാത്തിരിപ്പിന്റെ രാത്രി. ഫുട്ബോൾ ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാർക്ക് ഇന്ന് നോക്കൌട്ട് പരീക്ഷ. ആദ്യ ലോകകപ്പിൽ തന്നെ അവിസ്മരണീയമായ കുതിപ്പ് നടത്തിയ കേപ്പ് വെർഡെയാണ് അർജന്റീനയുടെ എതിരാളി. രാവിലെ 3:30 മയാമിയിലാണ് മത്സരം. മെസ്സിപ്പട എന്നാൽ അക്ഷരാർത്ഥത്തിൽ മെസ്സിപ്പട. മെസ്സിക്ക് വേണ്ടി ഗോൾ ഒരുക്കാൻ പായുന്ന സംഘം. സ്കാലോണിയുടെ തന്ത്രങ്ങൾ തുടങ്ങുന്നത് തന്നെ മെസ്സിയിലാണ്. അർജന്റീനയുടെ വിജയവും അതാണ്. പക്ഷേ മെസ്സിക്ക് ഒരു പൂട്ടിട്ടാൽ എന്താകും എന്ന ചോദ്യത്തിന് അവസാന ഗ്രൂപ്പ് മത്സരത്തിലെ ആദ്യ 60 മിനിറ്റ് എന്നാകും അർജന്റീന ആരാധകരുടെ മറുപടി. നോക്കൌട്ടിൽ കേപ്പ് വെർഡെ എന്ന ദുർബലരെ കിട്ടിയ അർജന്റീന ഭാഗ്യവാന്മാരെന്ന് വിലപിക്കുന്നവർ സത്യം മറച്ചുവെച്ചാണ് വാദിക്കുന്നത്. കേപ്പ് വെർഡെ ഒരു ചെറിയ സംഘമല്ല. സ്പെയിൻ, യുറഗ്വേ, സൗദി ടീമുകളെ പിടിച്ചുകെട്ടിയാണ് വരവ്. ബഹുമാനത്തോടെ മാത്രമേ കേപ്പ് വെർഡെ കാണുകയെന്ന് കോച്ച് ലയണൽ സ്കലോണി തന്നെ പറയുന്നു. Y bueno, el margen ahora se achica, es un encuentro de que el que pierde se vuelve y bueno, lo tenemos en cuenta, pero nos agarra en un buen momento y esto es fútbol, ya sabemos que se están viendo partidos muy parejos, sacando algunos Francia o... 7 വർഷമായി അർജന്റീന ഒരു നോക്കൌട്ട് മത്സരത്തിൽ തോൽവി നേരിട്ടിട്ട്. 2019 കോപ്പ അമേരിക്ക സെമിയിൽ ബ്രസീലിനോടായിരുന്നു അവസാന നോക്കൌട്ട് തോൽവി. പിന്നീട് 2 കോപ്പ അമേരിക്കയ്ക്കൊപ്പം ലോകകപ്പും ജയിച്ചു. അർജന്റീനയെ ഗോൾ അടിപ്പിക്കാതെ നോക്കാനുള്ള പരിശ്രമമാകും കേപ്പ് വെർഡെ നടത്തുന്നത്. ഗോൾ കീപ്പർ വൊസീഞ്ഞയും ഡിഫൻഡർമാരും 18 അടവും പയറ്റും. എന്നാൽ ഏത് പൂട്ടും പൊളിക്കുന്ന ഇന്ദ്രജാലക്കാരനാണ് അർജന്റീനയുടെ അമരത്ത്. അതെ, മെസ്സിയെയും മെസ്സിക്കായി അടരാടുന്ന 10 പേരെയുമാണ് കേപ്പ് വെർഡെയ്ക്ക് മറികടക്കേണ്ടത്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18.
നോക്കൌട്ടിലെ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പരിക്കേറ്റ മുഹമ്മദ് സല ഇന്ന് ആദ്യ 11-ൽ ഉണ്ടായേക്കില്ല. USA ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് 2ാം സ്ഥാനക്കാരായാണ് ഓസ്ട്രേലിയ എത്തുന്നത്. ഇന്ത്യൻ സമയം രാത്രി 11:30 അർലിംഗ്ടണിലാണ് മത്സരം. രാവിലെ 7 മണിക്ക് കൊളംബിയയും ഘാനയും ഏറ്റുമുട്ടും. പോർച്ചുഗലിനെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് കൊളംബിയ ഗ്രൂപ്പ് ഘട്ടം പൂർത്തിയാക്കിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും പിന്നിലായി 3ാം സ്ഥാനത്തായിരുന്നു ഘാന. ലോക ഫുട്ബോൾ എന്നത് ആർപ്പും ആരവവും സന്തോഷവുമൊക്കെയാണ്. എന്നാൽ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ മനസ്സ് വിങ്ങുന്ന ഒരു കുടുംബം എറണാകുളം കാക്കനാടുണ്ട്. അവരുടെ മകനാകട്ടെ കടുത്ത ബ്രസീൽ ആരാധകനുമാണ്. കഴിഞ്ഞ ലോകകപ്പിലെ ബ്രസീലിന്റെ തോൽവി ഈ കുടുംബത്തിന്റെ വിധി കൂടി നിർണ്ണയിക്കുന്നതായിരുന്നു. ജീവനേക്കാളധികം ഒരു ഫുട്ബോൾ ടീമിനെ സ്നേഹിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? കഴിയുമെന്ന് തന്നെയാണ് ഉത്തരം. അല്ലായിരുന്നെങ്കിൽ അക്ഷയ് എന്ന അച്ചു ഇതുപോലെ തളർന്നു പോകില്ലായിരുന്നു. 2022 ലോകകപ്പിൽ ബ്രസീൽ ക്രൊയേഷ്യയോട് തോറ്റ് ക്വാർട്ടറിൽ പുറത്താകുമ്പോൾ മറ്റു പല ആരാധകരെ പോലെയും അച്ചുവും തളർന്നുപോയി. പക്ഷേ അവൻ മാത്രം ആ തളർച്ചയിൽ നിന്ന് എഴുന്നേറ്റില്ല. മത്സരം കഴിയുമ്പോൾ തളർന്നു വീണ അച്ചുവിനെ പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരുന്നു. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതോടെ ശരീരം മുഴുവനായി തളർന്നു. കഴിഞ്ഞ 4 വർഷമായി ഒരേ കിടപ്പാണ്. ചുമട്ടുതൊഴിലാളിയായ പുരുഷോത്തമന്റെയും ജയയുടെയും 2 മക്കളിൽ മൂത്തയാളാണ് 26-കാരനായ അക്ഷയ്. ചികിത്സക്ക് കുറേയൊക്കെ അവരൊക്കെ ആയിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ മോനൊക്കെ അവർ ഗൾഫിൽ ഒരാളുണ്ട്, അവർ ഇടയ്ക്കൊക്കെ സഹായിക്കും. അങ്ങനെ ക്ലബ്ബുകളൊക്കെ അങ്ങനെ ഒരു ക്ലബ്ബും സഹായിക്കും. പിന്നെ കഴിഞ്ഞ തവണ ഈ ബ്രസീലിൻ്റെ കളി കഴിഞ്ഞതിന് ഒറ്റപ്പാലം ബ്രസീൽ ഫാൻസ് അക്ഷയനെ കളിക്കാൻ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഒറ്റപ്പാലത്തുള്ള ഒരു ടീം ഒരു 3-4 ടീമിന് വേണ്ടി ക്ലബിന് വേണ്ടി കളിക്കും. അപ്പോൾ അവരൊക്കെ അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഇതിൽ റിപ്പോർട്ട് വന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് ഒറ്റപ്പാലത്ത് നിന്ന് വന്ന് കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തിട്ട് ഈസിയായിട്ട്. കനിവ് പാലിയേറ്റീവ് കെയറിന്റെ സംരക്ഷണയിലാണ് അക്ഷയ്. ചികിത്സകളും പരിചരണവും ഇനിയും ആവശ്യമാണ്. നമ്മൾ നിരവധി ആളുകളോട് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന് പല സ്ഥലത്തു നിന്നും സഹായങ്ങൾ അവർക്ക് കിട്ടാൻ ഇട വന്നിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ നമ്മൾ ഓണത്തിന് വിഷുവിന് തുടങ്ങിയിട്ടുള്ള എല്ലാ സമയങ്ങളിലും നമ്മൾ ഭക്ഷ്യ കിറ്റുകൾ നമ്മൾ കൊടുക്കും. പക്ഷെ ഇതൊന്നും പോരാ. അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു വരുന്നതിന് ഇതൊന്നും പോരാന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടെ പരിമിതികളുണ്ട്. എന്തായാലും സുമനസ്സുകളായിട്ടുള്ള ഒട്ടേറെ ആളുകൾ അദ്ദേഹത്തെയും ആ കുടുംബത്തെയും അക്ഷയനെയും സഹായിക്കാൻ വരുന്നുണ്ടെന്നുള്ളത്, ഞങ്ങൾ ഇടപെട്ടതിന് ശേഷം വരുന്നുണ്ടെന്നുള്ളത് വലിയൊരു സഹായം തന്നെയാണ്. ഒരു കാലം കളി മൈതാനങ്ങളെ തന്റെ കാൽവേഗം കൊണ്ട് കീഴ്പ്പെടുത്തിയിട്ടുണ്ട് അക്ഷയ്. വീട്ടിലെ അലമാര നിറയെ ട്രോഫികളും മെഡലുകളുമാണ്. ബ്രസീലിന്റെ വലിയ ആരാധകൻ ഇപ്പോഴുള്ള കാനറികളുടെ മുന്നേറ്റത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. കളി സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ ബ്രസീലിന്റെ ജേഴ്സി അണിയിച്ച് അച്ഛനും അമ്മയും അവനെ ടിവിക്ക് മുന്നിൽ എത്തിക്കും. കായിക കേരളത്തിന്റെ പ്രിയപ്പെട്ട ഫുട്ബോൾ ആരാധകർ ഇഷ്ട ടീമിനു വേണ്ടി ഫ്ലെക്സുകളും കട്ടൌട്ടുകളും ഉയർത്തുമ്പോൾ ചെലവുകളുടെ ഒരു പങ്ക് പ്രിയപ്പെട്ട അക്ഷയ്ക്ക് കൂടി നീക്കിവെക്കുക. കാരണം കാൽപന്തിനെ അത്രത്തോളം സ്നേഹിച്ചൊരുവനാണ് തളർന്നുപോയത്. ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. കേരളത്തിലെ പ്രമുഖ സോളാർ ബ്രാൻഡായ റെനർജി സിസ്റ്റംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ഫ്രാഞ്ചൈസി തിരുവനന്തപുരം ജില്ലയിലെ കാച്ചാണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അരുവിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്തും റെനർജിയുടെ 40ാമത് ഷോറൂം ഉദ്ഘാടനം ചെയ്തു. 26 വർഷത്തെ സേവന പാരമ്പര്യവും കേരളത്തിലുടനീളം 8000-ന് പുറത്ത് സോളാർ ഉപഭോക്താക്കളുമുള്ള റെനർജി തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സോളാർ ഇൻസ്റ്റലേഷൻ കമ്പനികളിൽ ഒന്നാണ്. നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഗാർഹിക ആവശ്യങ്ങൾക്കും ഇത്തരത്തിലുള്ള സംരംഭം. ഇനി